ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലൊരു സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കംഫർട്ടിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ബോട്ടിലിട്ട് അതിൻ്റെ മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയണേ, എല്ലാവർക്കും താങ്ക് യു 100 സബ്സ്ക്രൈബർ ആക്കി തന്നതിന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് തന്നെ ഞാൻ കംഫർട്ടിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. കളയണ്ട, നമുക്ക് പുതിയ വർക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം എന്നിട്ട് മറ്റേ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഞാൻ കട്ടർ വെച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിസർ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഞാൻ ഇതിന്മേൽ ഡ്രോയിങ് ചെയ്യാൻ പോണത് ഒരു കേളി ഹെയർ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ഗേളിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം അതിന് നമുക്ക് ആവശ്യമുള്ളത് ആകെ 2 കളർ മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് ഞാൻ ഈ ബോട്ടിൽ എടുക്കാൻ കാരണം തന്നെ ഇതിന്മേൽ തന്നെ വൈറ്റ് കളർ ഉണ്ടല്ലോ ഫിനിഷിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെയിൻറ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പെയിൻ്റ് ഒന്നും ഇല്ല. ഞാൻ സ്റ്റേഷനറി ഷോപ്പ് തുറക്കാൻ കാത്തിരിക്കണമൊക്കെ വാങ്ങാൻ. ബോട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോയി കഴുകി വച്ചതായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വരയ്ക്കണ പരിപാടിയിലേക്ക് പോവാം. ഞാൻ CD മാർക്കറായിട്ടാണ് വരയ്ക്കണത്. ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പെയിൻറ്റിൻ്റെ ഇത് പോയൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഞാൻ CD മാർക്കർ വെച്ചിട്ട് വരയ്ക്കണം. ആദ്യം വരച്ചപ്പോൾ വെള്ളം പോലെ വേറെ അത് കഴിഞ്ഞ CD മാർക്കർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ CD മാർക്കർ എടുത്തപ്പോൾ മനം പോലെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വരച്ചിട്ട് വരാം. ഞാൻ വരയ്ക്കണതിൽ കാണിക്കണില്ല. ഞാൻ സൈഡിൽ ചാരി വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തിച്ച് നോക്കുന്നുണ്ട് അത് കാണുന്നുണ്ടോ എന്നൊക്കെ. അപ്പം എല്ലാം വരയ്ക്കുമ്പോൾ ഇതാകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഈ 2 പരിപാടിയും കൂടി ഉണ്ട്. ഇതിന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഒരു ബോ ഒക്കെ വെച്ചിട്ട്. ഒന്ന് നമ്മൾ CD മാർക്കർ വെച്ചിട്ട് പെയിൻറ് വെച്ചിട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാം. കേളി ഹെയർ ആയി ചുരുണ്ട മുടിയല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കില്ലേ. പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാൻ മായ്ച്ചു കളഞ്ഞത്. ഒരു ഭംഗിയില്ലേ ചെയ്തിട്ട്. ഇങ്ങനെ മായ്ച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഇതിലേക്ക് പോകാം. ബ്രൗണും പിങ്കും യെല്ലോ ആണ് നമുക്ക് വേണ്ടത്. പിങ്കൊക്കെ ഒരു തുള്ളി മതി നമുക്ക് ബോക്ക് കൊടുക്കാൻ. നിങ്ങൾക്ക് പെർമനൻറ്റ് മാർക്കർ ഈ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് വെച്ചിട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല, തന്നെ പെയിൻറ് വെച്ച് കൊടുക്കുകയാണ്.
ചെയ്യണ പോലെ വെള്ളം നിറച്ചിട്ട് വാട്ടർ നിറച്ചിട്ട് നമുക്ക് പ്ലാന്റ് വെക്കാം. ഞാൻ മണി പ്ലാന്റ് വെക്കാം, ഞാൻ അതിലെല്ലാം വെക്കണം. ഞാൻ വെള്ളത്തിലും വെക്കാം, മണ്ണിലും കുഴിച്ചിട്ട് പറ്റുന്ന ഒരു ചെടിയാണ് കുഴിച്ചിട്ടുണ്ട്. അപ്പം കുഴിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, ഒന്നും വെക്കാതെയും ചെയ്യാം. അതിൻ്റെ ക്യാപ്പുകളിലൊക്കെ പെയിൻ്റ് കൊടുത്ത് ഡെക്കറേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ അല്ല ക്യാപ്പ് വെക്കാതെ അതിൻ്റെ മേളിൽ ബോ കെട്ടിയിട്ട് നമുക്ക് ഫ്ലവർ വെക്കാം, അല്ലെങ്കിൽ വെറും ഫ്ലവർ ആക്കിയിട്ട് വെക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ഇല്ല, അത് വെക്കാം. ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കൈ തട്ടിയിട്ട് വരുമ്പോൾ ഇരട്ടി പണിയായി. ഞാൻ കഷ്ടപ്പെട്ട് ഇത് വരച്ചുണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ കയ്യിൽ കുപ്പിയും പ്ലാന്റും എല്ലാം പാടായിട്ട് വരുമ്പം എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം തട്ടിപ്പോയി. അപ്പം എന്നിട്ട് അതിൻ്റെ മുഖത്ത് കൂടെ നമ്മൾ വരച്ചതിൻ്റെ മുഖത്ത് കൂടെ പിക്ചറിൻ്റെ മുഖത്ത് കൂടെ ഒന്നാകെ പെയിൻറ്റ് പോയിട്ട് ഒക്കെ കുളന്നിട്ട് രണ്ടാമത് വരച്ചെടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.